ഹലോ അസ്സാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിളായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അൽഹംദുലില്ലാ നമ്മുടെ ചാനൽ ഇപ്പോൾ 50K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഏത് തരം റെസിപ്പീസാണ് ഈ ഒരു ചാനലിലൂടെ കാണാനായിട്ട് ആഗ്രഹമെന്ന് നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ 65% മുകളിൽ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുള്ളത് സിമ്പിൾ കേക്ക് റെസിപ്പീസാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഇനി കേക്ക് റെസിപ്പീസ് ആയിരിക്കും കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെയും ഒരു സിമ്പിൾ കേക്കാണ്. നമ്മളിത് ഓവണൊന്നും ഇല്ലാതെയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു കുക്കറിലാണ് ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സോസ് പാനിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുക്കറിൻ്റെ അടിയിലായിട്ട് ഒരു ബട്ടർ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ രണ്ട് സൈഡൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പറായിട്ട് യൂസ് ചെയ്താലും മതി. എന്നിട്ട് കുറച്ച് ഓയിലൊക്കെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് എല്ലാ കേക്കിനും ചെയ്യുന്ന പോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കണം. അതായത് 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, പിന്നെ ഒരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നിങ്ങൾ ഡേറ്റ് കഴിയാറായതൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ഫ്രിഡ്ജിലാണെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കേക്ക് പൊങ്ങി വരാനായിട്ട് ഒട്ടും ഹെൽപ്പ് ചെയ്യില്ല. നമ്മളതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ചേർക്കുന്നൊന്നേ ഉള്ളൂ. അതിനുശേഷം 2-3 തവണ ഒന്ന് അരച്ചെടുത്താൽ നല്ലതാണ്. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മുട്ടയും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ കേക്കിന് എന്തെടുക്കുമ്പോഴും അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഒരിക്കലും ഉപയോഗിക്കരുത്. നമുക്ക് റൂം ടെമ്പറേച്ചറുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ കേക്ക് ഹാർഡായിട്ട് മാറും. അതുപോലെ നമ്മൾ വിചാരിച്ച പോലെ നല്ല സോഫ്റ്റ് ആയിട്ടും പൊങ്ങി വരാനൊക്കെ അത് തടസ്സപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ പോകാനായിട്ട് കുറച്ച് വാനില എസൻസ് 1 ടീസ്പൂണിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ സ്ട്രോബെറി എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് വാനില എസൻസ് താല്പര്യമുള്ളവർ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിനുള്ള ഞാനിവിടെ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ 3/4 കപ്പോളം നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിന് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര മതിയാകും. നമുക്ക് ഈ ഒരു സ്ട്രോബെറിയുടെ മിക്സ് ഇതിനിപ്പോൾ 37 രൂപയാണ്. ഏകദേശം എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്കിതുപോലെ മാംഗോൻ്റെ മിക്സും സ്ട്രോബെറിയുടെ മിക്സും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2-3 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് ചേർത്താൽ വല്ലാത്തൊരു സ്ട്രോബെറീൻ്റെ ഫ്ലേവർ ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അതിനുശേഷം നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് ഇത് നല്ല ഫ്ലഫി ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മളെപ്പോഴും കേക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മുട്ട നമ്മൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയാൽ തന്നെ നമ്മുടെ കേക്ക് ഏകദേശം പകുതി സോഫ്റ്റ് ആയി തന്നെ കണക്കാക്കാം. ഈ മുട്ട ബീറ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പ് ആവും. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് വരും. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളം ചൂടുള്ള പാലാണെങ്കിലും അത്രയും നല്ലതാണ്. ഇനി പാല് കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മളൊന്ന് ബീറ്റർ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് 1-2 സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൽ ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു സ്പാച്ചിലോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് തൊട്ട് മുമ്പൊരു കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പോഞ്ച് കേക്ക്. അപ്പോൾ ഇതുവരെ ഫെയിലായവർക്കുള്ള ഒരു സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കായിരുന്നു. അതൊരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല സോഫ്റ്റായി എന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു മെത്തേഡിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ ഫ്ലോപ്പായവർ ആ ഒരു കേക്ക് റെസിപ്പി കൂടി ഒന്ന് കണ്ടു നോക്കുക. ആ ഒരു മെത്തേഡിലൊന്ന് കേക്ക് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പതഞ്ഞ് വന്നിരിക്കുന്ന ആ ഒരു മുട്ട താഴ്ന്നു പോകാൻ പാടില്ല. ആ ഒരു സെയിം ലെവലിൽ തന്നെ നിൽക്കണം നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കേക്ക് മിക്സ്. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മുടെ കുക്കർ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു തട്ടും വെച്ചിട്ടുണ്ട് കുക്കറിൻ്റെ അടിവശത്തായിട്ട്.
അപ്പോൾ കുക്കർ ഇപ്പോൾ നല്ല ചൂടായിട്ടാണ് കിടക്കുന്നത്. അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട്, അടച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വാഷറൊന്നും ഊരി മാറ്റിയിട്ടില്ല, ഇതിൻ്റെ വിസിൽ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ അടിയിൽ തട്ടൊക്കെ വെച്ചത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തട്ടൊന്നും വെച്ചിട്ടില്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഒരു 20 മിനിറ്റോളം അല്ലെങ്കിൽ 25 മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ചതിന് ശേഷം നമ്മുടെ കേക്ക് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ മുകൾ വശം കുറച്ചൊന്ന് പൊങ്ങി കിടക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതിന് 3ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഈ കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡ് പൊങ്ങിയിട്ട് ഒരു സൈഡ് താണിട്ടൊക്കെ പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളം വെക്കുക, വര വെക്കുക. അതിന് ശേഷം ഒരു നൂലെടുത്തിട്ട് ആ ഒരു വരയിലൂടെ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് മുകളിലോട്ടൊന്നങ്ങ് വലിച്ചു കൊടുത്താൽ മതി. നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ലെയർ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് പേരുണ്ട് 3 ലെയർ കട്ട് ചെയ്താൽ ഫ്ലോപ്പ് ആകുമെന്ന് കരുതി 2 ലെയറൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊന്ന് കാണിക്കുന്നത്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാം. നൂല് എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അതുപോലെ സാധാരണ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന നൈഫൊന്നും വേണമെന്നില്ല, ഇതുപോലെ നൂല് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിനി വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പ് വേണം, ഇതുപോലെ ലിക്വിഡ് ഫോമിലായിരിക്കണം, പക്ഷെ നല്ല തണുപ്പുണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡും നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈഗർ മിക്സ് ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോഴും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സ്ട്രോബെറിയുടെ മിക്സ്. അപ്പം നമ്മൾ കേക്കിലും എല്ലാത്തിലും സ്ട്രോബെറിയുടെ മിക്സ് വരുമ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. ഒരുപാട് അങ്ങ് നമ്മൾ എടുത്ത് ഒഴിക്കാതിരിക്കുക, അപ്പോൾ ഒരുപാട് ഒരു കുത്തുന്ന ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്രീമൊക്കെ പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്യുന്നത് അതിനായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതുവരെ ക്രീം ഫ്ലോപ്പ് ആകുന്നവർക്ക് അത് നല്ല യൂസ്ഫുള്ളായിരിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. അതിന് ശേഷം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര 1 കപ്പ് വെള്ളം എടുത്തിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ കേക്കിൽ ആക്കി കൊടുക്കാം. അതിനുശേഷം ഈ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ക്രീം ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കേക്കിലെ ക്രംസ് ഒന്നും ക്രീമിലേക്ക് വന്നിട്ട് അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പൈപ്പിംഗ് ബാഗില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് സാധാ കവറിൽ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് കണ്ടില്ലേ, ഈ ഒരു സ്ട്രോബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 135 രൂപ എങ്ങാനാണ്. നമുക്കൊരു വലിയ ബോട്ടിൽ തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും. വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു വർഷം വരെയൊക്കെ അത് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് അത് ജ്യൂസിലും അതുപോലെ തന്നെ സാധാരണ നമ്മൾ സ്ട്രോബെറി വെച്ചിട്ടുള്ള റെസിപ്പീസിലൊക്കെ നമുക്കിത് ചേർക്കാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾ ഇതില്ലാതെയും പ്ലെയിനായിട്ടും ചെയ്താലും നല്ല ടേസ്റ്റി തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് ഇതുപോലെ ചോക്ലേറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും നല്ലതാണ് ഇടയ്ക്ക്. ഇനി ഇത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ആദ്യം സൈഡ്സിലും അതുപോലെ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ് വേണമെന്നില്ല, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഗനാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഫിനിഷിങ് കുറവൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇനി മുതൽ ഇൻഷാല്ല കേക്ക് റെസിപ്പീസ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ആണ്, അതുപോലെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കേക്ക്സ് നിങ്ങൾക്ക് അധികം ടൂൾസ് ഉപയോഗിക്കാതെ ചെയ്യുന്നത്, അതുപോലെ ഓവൺ ഇല്ലാതെയാണ് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതുപോലുള്ള സ്ക്രൈപ്പർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സൈഡ്സൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുകൾ വശം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഷാർപ്പ് എഡ്ജ് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇതുപോലെ ചെയ്യാം. അപ്പോൾ എന്നെക്കാളും സ്പീഡിൽ നന്നായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ലെവൽ ചെയ്യുക. ഇപ്പോൾ സൈഡ്സൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം.
അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുക്കട്ടെ. ആ ഒരു സമയത്ത് നമുക്കൊരു ചോക്ലേറ്റും ഉണ്ട്, വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ഞാനിവിടെ ഒരു 1/2 കപ്പും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ക്രീം ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് അടിയിലൊരു പാത്രത്തിൽ വെള്ളം ചൂടാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്രീം വെച്ചതാണ്. കണ്ടില്ലേ, അടിയിൽ പാത്രത്തിൽ വെള്ളം ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആദ്യം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മെൽട്ടായി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു താഴത്തെ വെള്ളത്തിൻ്റെ ചൂടിൽ തന്നെ മുകളിലെ ചോക്ലേറ്റ് മെൽട്ടായിക്കോളും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നല്ല കറക്റ്റ് ഗനാഷ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കളർ വേണമെങ്കിൽ കളർ ചേർക്കാം. ഞാൻ ഇവിടെ സ്ട്രോബെറീൻ്റെ മിക്സ് കുറച്ച് ഇതിലേക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളർ വേണ്ട, നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഗനാഷ് ഒഴിക്കുന്ന വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി, അതെല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കേക്കിൻ്റെ മുകളിൽ കേക്ക് നന്നായിട്ട് തണുത്തപ്പോൾ ഇളം ചൂടുള്ള ഗനാഷ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഒരുപാട് ചൂട് പറ്റില്ല. അതുപോലെ തന്നെ സൈഡ്സിലൂടെ ഒരു ചെറിയൊരു ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ഒരു സ്ട്രോബെറിയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കളർ ഷെയ്ഡിന് വേണ്ടി ചെയ്തതാണ്, പക്ഷെ കുറച്ചൊന്ന് ബോറായി പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഈ ഒരു റോസ് ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ ചെറിയ ചെറിയ സ്റ്റാർസൊക്കെ വരച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ട്രോബെറി കേക്ക്. വളരെ സിമ്പിളാണ്, അതുപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാ കേക്കും പറയുന്നത് പോലെ തന്നെ ഒരു 5-6 മണിക്കൂർ തണുത്തതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് ഈ ഒരു കേക്കും നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള സ്ട്രോബെറി കേക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്